ബാധിച്ചപ്പോ എനിക്ക് ഒരുപാട് മർദ്ദനങ്ങളൊക്കെ അവിടുന്ന് അനുഭവിച്ചിട്ട് ആ നീളക്കുപ്പായം വലിച്ചൂരി അവിടെ എറിഞ്ഞുകൊണ്ട് എന്റെ സുഹൃത്തുക്കളെ ഞാൻ ക്ഷണിച്ചു. അതായത് എന്റെ കൂടെ വരുന്നവർ വാ, നമ്മൾ യഥാർത്ഥമായിട്ടുള്ള മതത്തിലേക്ക് പോവുക, അവസാനത്തെ നബീനെ നമ്മൾ പിൻപറ്റണം. അതുകൊണ്ട് നിങ്ങൾ എന്റെ കൂടെ വരുന്നവർ വരികയാണെങ്കിൽ പട്ടിണി കിടക്കേണ്ടി വരും, ബുദ്ധിമുട്ട് തരണം ചെയ്യേണ്ടി വരും, മലയും കുന്നുകളുമൊക്കെ കയറി ഇറങ്ങി നടന്ന് നമുക്ക് അതിനുവേണ്ടി പ്രവർത്തിക്കണം. ഈ കള്ളമതത്തിന്റെ തെറ്റായിട്ടുള്ള നയങ്ങളെ നമുക്ക് ലോകം മുഴുവനും പറഞ്ഞു മനസ്സിലാക്കാൻ എന്റെ കൂടെ വരുന്നവൻ, തയ്യാറുള്ളവൻ എന്റെ കൂടെ വാ, ഇല്ലാത്തവൻ ഇതിൽ കിടക്ക് എന്ന് പറഞ്ഞ് ഞാൻ വെല്ലുവിളിച്ചപ്പോ എന്റെ നേതാക്കന്മാര് പറഞ്ഞു നിന്നെ കൊല്ലൂ എന്ന് പറഞ്ഞ്. എന്നെ നീ കൊന്നാലും ശരി, എന്നെ എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ ഇതിനു വേണ്ടി എതിരായിട്ട് പ്രവർത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ സുഹൃത്തുക്കൾ അപ്പൊ തന്നെ 33 പേര് കുപ്പായം ഊരിയിട്ട് എന്റെ കൂട്ടത്തിൽ പോന്നു. 85 ഏപ്രിൽ 24-ാം തീയതി ഞങ്ങൾ പൊന്നാനി ഭവനത്തിൽ ചെന്നിട്ട് അഭയം തേടി. എന്റെ സ്വത്തും എസ്റ്റേറ്റും സമ്പത്തും ഒക്കെ ഒഴിവാക്കിയിട്ട് ഞങ്ങളെല്ലാം പോന്നു. അവിടുന്ന് ആ 85-ൽ മതം മാറി ആ നന്ദി താർസലാം കോളേജിൽ ചെന്നിട്ട് മഹാനായ സേഖന സംസ്ലമയുമായിട്ട് ഞങ്ങൾ സംഭാഷണം നടത്തി. അദ്ദേഹം പറഞ്ഞ ഇതാണ്, നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ പോരാ, ഓരോ രാജ്യത്തും ചെന്നുകൊണ്ടായിട്ട് തെറ്റായിട്ടുള്ള നയങ്ങളും അതിന്റെ ആ ഇതുകളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം, നമ്മുടെ ആളുകൾ ഒറ്റവരെണ്ണം മറ്റേൽ പോകരുത് എന്ന് പറഞ്ഞ് നിർദ്ദേശം തന്നിട്ടുണ്ട്. എന്റെ സഹോദരന്മാര്, ഞാൻ ഇവിടെ നിന്ന് നേരെ പോയിരുന്നത് നേരെ തിരുവനന്തപുരം ജില്ലയില് മുസ്ലിമായിട്ട് ജീവിക്കാത്ത ഒരു നാടുണ്ട് തിരുവനന്തപുരം സൈഡിൽ നിന്നുള്ള ചില സ്ഥലങ്ങളിൽ. അവിടെ വന്ന് മുസ്ലിം ഒരു സ്ത്രീനെ കാണണമെങ്കിൽ അത് മുസ്ലിമാണെന്ന് അറിയണമെങ്കിൽ അവരുടെ വീട്ടിൽ ചെല്ലണം. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ ചെന്നു, അവർക്ക് ക്ലാസ് എടുത്തു, അതിനുവേണ്ടി ഞങ്ങൾ പ്രവർത്തിച്ചു. പക്ഷെ അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നേട്ടം എന്താ? അതായത് നെടുവങ്ങാട് താലൂക്കിലും അതേമാതിരി കുളത്തൂപ്പുഴ ആ സൈഡിലും പൊന്നലൂർ സൈഡിലും ആ സൈഡിലൊക്കെ കൊല്ലം ജില്ലയിൽ നിന്ന് എനിക്ക് 5-6 ക്രിസ്ത്യൻസിനെ, നല്ല വിദ്യാഭ്യാസമുള്ള ക്രിസ്ത്യൻസിനെ പൊന്നാനി ഭവനത്തിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് ക്ലാസിന്റെ പ്രകാരമായിട്ട് എനിക്ക് നിർദ്ദേശം കൊടുക്കാൻ കഴിഞ്ഞു. അന്നും എന്റെ ജീവനെ ഞാൻ അള്ളാവിന്റെ അടുത്ത് ഏൽപ്പിച്ചും കൊണ്ട് അള്ളാവ് കണക്കാക്കിയെടുത്ത് എനിക്ക് മരണമുണ്ടാവും എന്നുള്ള ധൈര്യത്തോടു കൂടി ഞാൻ ആ ശത്രുക്കളുടെ ഇടയിൽ അവരെ വെല്ലുവിളിച്ചും കൊണ്ട് നടന്നു. പക്ഷേ അത് കഴിഞ്ഞ ശേഷം ഞാൻ ഇടുക്കി ജില്ലയിൽ വന്നു. ഇടുക്കി ജില്ലയിൽ വന്നിട്ട് ഞാനും അവനുമായി അവിടെ വന്നിട്ട് നല്ലോണം പ്രവർത്തിക്കുന്ന മാത്രമല്ല, എന്നെ കാണാൻ പല ക്രിസ്ത്യാനി സഹോദരന്മാരൊക്കെ വന്നിരുന്നപ്പോ അവരെ എല്ലാരെയും ഞാൻ ഒന്നിച്ച് ക്ഷണിച്ചും കൊണ്ട് ഒരു സ്ഥലത്ത് വെച്ചും കൊണ്ട് ഞാൻ ക്ലാസ് എടുത്തു. അവിടെ കുറഞ്ഞ ന്യൂനപക്ഷമായിട്ടുള്ള മുസ്ലിങ്ങളുള്ള സ്ഥലങ്ങളിലാണ് ഭൂരിപക്ഷമായിട്ടുള്ള ക്രിസ്ത്യൻസിന്റെ ആ ചെറുപ്പക്കാർ എന്നെ കാണാൻ വന്നിരുന്നത്. എന്നെ അറിയുന്നവരാണ്. അങ്ങനെ അവരെ വെച്ച് ക്ലാസ് എടുത്തിട്ട് എനിക്കെന്താ നേട്ടം കിട്ടി? എനിക്ക് കിട്ടിയത് യഥാർത്ഥമായിട്ട് കുറച്ചുപേരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. അതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ നേട്ടം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ സുഹൃത്ത് എന്ന് പറഞ്ഞു വെച്ചാൽ ഹിന്ദു മതത്തിൽ നിന്ന് നമ്മുടെ മതത്തിലേക്ക് മതം മാറി വന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു. ആ സുഹൃത്ത് എന്റെ കൂട്ടത്തില് ഞങ്ങൾ മലയും കുന്നുമൊക്കെ കയറി ഇറങ്ങി നടന്നു. എന്റെ സഹോദരന്മാരെ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ സുഖിക്കാനുള്ള മതമല്ല. ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമൊക്കെ നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്, അത് അനുഭവിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഒരു മനുഷ്യനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒരു അംശം ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങൾ മലയും കുന്നുമൊക്കെ കയറി, സംഗതി ശരിയാണ്, അവനും ഞാനുമായിട്ട് മലയും കുന്നുമൊക്കെ കയറി റോട്ടിലുള്ള കപ്പ പറിച്ചു കൊണ്ടുവന്നും കൊണ്ട് റോഡ് സൈഡിലിട്ട് ചുട്ടു തിന്നും കൊണ്ട് കാട്ടാറ്റിലെ വെള്ളവും കുടിച്ചും കൊണ്ട് ഞങ്ങൾ അത്രത്തോളം പ്രവർത്തിച്ച് അങ്ങനെ അവൻ 40 ഹിന്ദു കുടുംബത്തിനെ നമ്മുടെ ഇസ്ലാമിലേക്ക് അവൻ കൊണ്ടുവന്നു. മനസ്സിലാക്കണം. എന്നിട്ട് ഞാൻ കുറച്ച് ക്രിസ്ത്യാനികളെയും കൊണ്ടുവന്നു. അത് ഇരിക്കുന്ന കഴിഞ്ഞ ശേഷം 1987 അതായത് 87 വെച്ചും കൊണ്ട് ഞങ്ങളെല്ലാം ഒന്നായിട്ട് ഇവിടെ ഇതേ കേരളത്തിൽ വന്ന് മലപ്പുറം ജില്ലയിൽ വന്നും കൊണ്ട് ഓരോ സ്ഥലത്തും പ്രവർത്തിച്ചു. ഒരു ഫാദർ അലവിയുണ്ട്. എന്റെ സഹോദരന്മാർ ഒന്നിച്ച് മനസ്സിലാക്കണം. നിങ്ങൾ ഇവിടെ ഉള്ളവർക്കും അറിയാം, ഫാദർ അലവി എന്ന് പറഞ്ഞ മലപ്പുറത്ത് ഒതുക്കങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള അറബി മുൻഷിയാണ്. പട്ടിക്കാട് ജാമിയ എന്നൊരു കാലത്ത് അതായത് മഹാനായ സേഖന സംസ്ലമ പുറത്താക്കിയതാണ്. അന്ന് ഞാൻ അവന് പണം വാരി കൊടുത്തുകൊണ്ട് ഞാനായിരുന്നു അവന് മാമൂദീസ നമുക്ക് ക്രിസ്ത്യൻസ് ആക്കിയത്. അങ്ങനെ കൊണ്ടുവന്നിട്ട് അവന് ആ ജർമ്മനിയിലേക്ക് വിട്ട് 2 കൊല്ലത്തെ കോഴ്സ് നേടിയിട്ട് ഫാദറായിട്ട് മഞ്ചേരി മർക്കസിൽ വിസാറ ഉണ്ടാക്കി അവിടെ വെച്ചു. എന്തിനു വേണ്ടി? മുസ്ലിങ്ങളെ പിടിക്കാൻ വേണ്ടി. അതായത് ജർമ്മനിയിൽ നിന്ന് 1.25 ലക്ഷം രൂപ മാസം തോറും അവന്റെ പേർക്ക് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വെച്ചു അവൻ സൂഹിക്കുകയായിരുന്നു. എന്നാൽ അവനെ എടുക്കാൻ മാത്രം എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും ഞാൻ വിജയിച്ചു. പക്ഷെ എനിക്ക് എന്റെ കുടുംബത്തിൽ ഞാൻ തോറ്റല്ല, അവിടെ എനിക്ക് വിജയം തന്നെ. എന്തുകൊണ്ട്? എന്റെ സമ്പത്ത് എനിക്ക് തരാൻ മടിച്ചിട്ട് എന്റെ കുടുംബത്തിലുള്ള എന്റെ സഹോദരങ്ങളും കുടുംബക്കാരൊക്കെ, ഞാൻ പൊന്നാനി ഭവനത്തില് സുന്നത്ത് ചെയ്തിട്ട് മാർക്ക കല്യാണം ചെയ്ത് സുന്നത്ത് മുറിയിൽ കിടക്കുമ്പോഴാണ് ഞാൻ മരണപ്പെട്ടു പോയെന്ന് പറഞ്ഞ് എന്നെ അടിയന്തരം കഴിച്ചത്. എനിക്കത് പ്രശ്നമല്ല. എന്റെ സ്വത്ത് പോയാലും ഞാൻ അവസാനം മരണപ്പെട്ട എനിക്ക് നല്ല വഴി കിട്ടും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ്
ഞാൻ അതെല്ലാം ഒഴിവാക്കിയിട്ട് നിൽക്കുന്നത്. രണ്ടാമത്, ഞാൻ ഫാദർ അൽബിയുടെ അടുത്ത് പല പ്രാവശ്യം ഉപദേശിച്ചു, നീ തോബ ചെയ്ത് മടങ്ങിക്കോ, മടങ്ങിയ അള്ളാഹു താല സ്വീകരിക്കും, അതുകൊണ്ട് നീ നല്ല കാര്യത്തോടെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞപ്പോ അവൻ കേട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോ കോഴിക്കോട് പുതിയങ്ങാടി മഹാനായ ശേഖന സംസ്ലമയുടെ ആ മക്കാമിൽ ചെന്നിട്ട് അദ്ദേഹത്തിന്റെ കബർസ്ഥാനത്തിൽ ചെന്ന് സലാം ചൊല്ലി അദ്ദേഹത്തിന്റെ തലയ്ക്ക് ചവിട്ടിൽ ഇരുന്നു കൊണ്ട് ഞാൻ നിലവിളിച്ചു, കരഞ്ഞു. അതേമാതിരി ഒരുപാട് സങ്കടങ്ങളൊക്കെ അവിടെ വിളിച്ചു പറഞ്ഞു. എല്ലാ കാര്യങ്ങളും ഉസ്താദ് പറഞ്ഞ് ഞാൻ ചെയ്തു. ഫാദർ അലവീനെ അവിടെ നിന്ന് പൊക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് നിലവിളിച്ച് വന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പാണ് മിസ്റ്റർ ഫാദർ അലവിക്ക് വന്നിട്ട് ഒരു പെൺകേസിൽ പെട്ട് അവൻ പെൺകേസിൽ കുടുങ്ങിയത്. അങ്ങനെ വന്നപ്പോ ആ പെണ്ണിന് നല്ല സ്റ്റഡി കൊടുത്തു. ഞങ്ങളെ കൊടുത്തുകൊണ്ട് ആ കേസ് ഞങ്ങൾ മനുഷ്യാവകാശ കമ്മീഷന് വിട്ടുകൊടുത്തു. കോടതി വിധിയാനും മലപ്പുറം ജില്ലയിലും മഞ്ചേരിയിൽ ഇങ്ങനെയുള്ള പ്രവർത്തനം പാടില്ല എന്ന് പറഞ്ഞ് അത് കൂട്ടി സീൽ വെച്ചു. മനസ്സിലാക്കണം, അലവി ഇപ്പൊ ബാംഗ്ലൂർ, അവന്റെ പേരിൽ കേസുണ്ട്. മർക്കസ് വിസാർ ആ കായംകുളത്തേക്കാക്കി. അതൊക്കെ ഞങ്ങൾ ചെയ്തു. അപ്പൊ എനിക്ക് കിട്ടിയ സമ്മാനം എന്തെന്നറിയോ നിങ്ങൾക്ക്? എനിക്ക് കിട്ടിയ സമ്മാനം, ക്രിസ്ത്യൻസിന്റെ ഇടയ്ക്ക് നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള സമ്മാനം, ഫാദർമാരൊക്കെ എനിക്ക് തന്നിട്ടുള്ള സമ്മാനം, ഭീഷണി കത്ത്, എന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട്. അതിന് ഞാൻ പേടിച്ചിട്ടില്ല. പേടിക്കേണ്ട ആവശ്യം എനിക്കില്ല. കാരണം കള്ളത്തനം ഇവിടെ വന്നിട്ടുള്ള 1,24,000 ചെല്ലുവാൻ അമ്പ്യാക്കന്മാരില് ലാഖൽ അക്കറിൽ ആസൽ അഹൂദ സാനൽ മഖറിൽ ഊസൽ മുക്കൂസി അക്കറി ഈസൽ മുക്കൂസ ഈഹ സാനൽ ലഹാദി അക്കറിയ ലാദൽ ഈസ. മനസ്സിലാക്കണം, ഇങ്ങനെയുള്ള എല്ലാം ആ പ്രവാചകന്മാരുടെ അടിസ്ഥാനം ഒഴിവാക്കിയിട്ട് ലാസ്റ്റിൽ വന്നിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള അന്ത്യപ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ പിൻപറ്റിയവനാണ്, സഹാത്തുകളിൽ ചൊല്ലിയവനാണ്. എനിക്ക് എവിടെ കിടന്ന് മരണപ്പെട്ടാലും എനിക്ക് അവിടെ സ്ഥാനമുണ്ട് എന്നുള്ള ഉറപ്പോടുകൂടിയാണ് ഞാൻ അതിൽ പ്രവർത്തിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ ഐറ്റത്തില് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഇവിടെ ആദം നബി അലൈഹി ഇസ്ലാമിനെ ഇവിടെ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രകാശം നക്ഷത്ര വടിവത്തിൽ അവിടെ ക്ലിയർ ചെയ്തിട്ടുള്ളതായിട്ട് പഴയ ഗ്രന്ഥങ്ങളിലൊക്കെ നോക്കിയാൽ കാണാം. അതൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം ശരിക്കും മനസ്സിലാക്കി പഠിച്ചും കൊണ്ട് തന്നെയാണ് ഇസ്ലാം മതമേതാ മറ്റ മതമേതാ എന്നുള്ള ഉദാഹരണത്തോടു കൂടി ഞങ്ങൾ ഇതിലേക്ക് പോകുന്നത് തന്നെ. മനസ്സിലാക്കണം, അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, പ്രവർത്തിക്കും. ഇനി ഏത് കാലത്തും പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടിരിക്കുകയാണ്. അത് മാത്രമല്ല എന്റെ സഹോദരന്മാരെ, നമ്മളെല്ലാരും ചേർന്നും കൊണ്ട് ഇസ്ലാം മതത്തിന്റെ രീതി, ഒരു മനുഷ്യന് ഇസ്ലാമിലേക്ക് നമ്മൾ കൊണ്ടുവന്നാലോ, ഇസ്ലാമിന് വേണ്ടി ക്ഷണിച്ചാലോ, ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിച്ചാലോ നമുക്ക് കിട്ടുന്ന കൂലി ഏറ്റവും വലിയ കൂലിയാണ്. അത് നമ്മൾ മറക്കരുത്. അതാണ് നമുക്ക് വേണ്ടത്. അത് നിങ്ങൾ ചെയ്യണം, ചെയ്തും കൊണ്ടിരിക്കണമെന്ന് മാത്രമേ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്. അത് മാത്രമല്ല, നമ്മളുടെ ഓരോ കാര്യങ്ങളും എവിടെയാ കിടക്കുന്നെന്നുള്ളത് ചിന്ത നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഒന്ന്. രണ്ടാമത്തെ ഐറ്റത്തില് നമുക്ക് നിങ്ങളടുത്തൊക്കെ എനിക്ക് ഉപദേശിക്കാനുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. കാരണം ഞങ്ങളൊക്കെ വന്നത് ഒന്നുമില്ലാതെ അല്ല. ഞങ്ങൾക്ക് ഇഷ്ടം പോലെ സമ്പത്തുണ്ട്, സ്വത്തുണ്ട്, പണമുണ്ട്, എന്റെ കുടുംബത്തിൽ എല്ലാവരും ഉണ്ട്. പക്ഷേ എന്തുണ്ടായിട്ടും മനസ്സിന് സ്വസ്ഥതയില്ല. എന്തുകൊണ്ട് സ്വസ്ഥതയില്ലാത്തത്? എന്തുകൊണ്ട് സ്വസ്ഥത കിട്ടാത്തത്? കാരണം മഹാനായ ശേഖന സംസ്ലമയുമായിട്ട് വാദപ്രതിവാദം നടത്തി കഴിഞ്ഞ ശേഷം ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടില്ല, നല്ലോണം ഭക്ഷണം കഴിച്ചിട്ടില്ല. എന്തുകൊണ്ട്? കിടക്കുമ്പോഴൊക്കെ ചിന്ത എന്താ? ആ മഹാൻ പറഞ്ഞതല്ലേ യഥാർത്ഥമായിട്ടുള്ള മതം എന്നുള്ള ഒരു ചിന്തയായിരുന്നു. അതിനെപ്പറ്റി പഠിക്കണമെന്നുണ്ടായിരുന്നു, അതിനെപ്പറ്റി മനസ്സിലാക്കണമെന്നുണ്ടായിരുന്നു. ഇന്നും ഞാൻ പറയുന്നുണ്ട്, ഈ കന്യാസ്ത്രീമാർക്കും അച്ഛന്മാര് വന്നിട്ട് ജനങ്ങൾക്ക് ഇവിടെ വന്നിട്ട് അതാണ് പറഞ്ഞത്. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ 12 ശിഷ്യന്മാരായിട്ടുള്ള അപ്പോസ്തലന്മാരില് ലൂക്കോസ് എന്നുള്ള ശിഷ്യൻ ചോദിച്ചു, നമ്മൾ എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളോ പാവങ്ങളൊക്കെ ചെയ്താ അതാരെടുത്താ മാപ്പ് ചോദിക്കുക എന്ന് ചോദിച്ചപ്പോ ഈസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, കാനൽ മുഖർദി മുഖൂസി അള്ളാന്നേ പറഞ്ഞിട്ടുള്ളൂ. അതായത് വന്നിട്ട് നബിയായിട്ടുള്ള എന്നെ പോലും കൊണ്ട് നിങ്ങളുടെ പാവം പുറത്തു വരാൻ കഴിയില്ല, ഏക സൃഷ്ടിയായ അള്ളാഹല്ലാതെ മറ്റൊരു മനുഷ്യനെ കൊണ്ട് കഴിയില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഇവിടെയോ കള്ളത്തനമായിട്ടുള്ള ക്രിസ്ത്യൻ സമുദായത്തില് അവൻ ചെയ്യുന്ന പാവങ്ങൾ മുഴുവതും പള്ളിയിലച്ഛൻ ആ ഞായറാഴ്ച ദിവസങ്ങളിൽ പുറത്തു കൊടുക്കുക, കുമ്പസാരത്തിൽ കൂടെ പുറത്തു കൊടുക്കുക. അത് വെറും തെറ്റായിട്ടുള്ള നയം. ഞാൻ 26 കൊല്ലം പള്ളിയിൽ ഫാദറായിരുന്നു കൊണ്ട് എത്രയോ ലക്ഷക്കണക്കിന് ആണിനും പെണ്ണിനും ഒക്കെ പാവം ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്റെ പാവം തീരാൻ നിങ്ങൾ നോക്കിക്കോ. ഞാൻ പരിശുദ്ധ ഇസ്ലാം മതത്തിൽ വന്നുകൊണ്ട് സകാത്ത് കൽമ ചൊല്ലി ഇസ്ലാമിലേക്ക് വന്നു. കാരണം എന്റെ പാവം അതെല്ലാം അവിടെ നിന്ന് പോയി കിട്ടി. ഇതാണ് ഇതിന്റെ യഥാർത്ഥം. പക്ഷേ ഇത് മാത്രമല്ല, ഈ പാവം ചെയ്ത് പുറത്തു കൊടുത്തു കഴിഞ്ഞാൽ ആ പാവം നമ്മുടെ തലയിലാണ്. 5 കൊല്ലം നാട്ടുകാരുടെ പാവവും ഞങ്ങൾ ചുമന്ന് കിടക്കുന്ന ഞങ്ങൾക്ക് 1 കൊല്ലത്തെ കോഴ്സ് എന്ന് പറഞ്ഞ് വത്തിക്കാനിലേക്ക് തന്നിട്ടുണ്ട്. മാർപ്പാപ്പാനെ കാണാൻ ലോകം മുഴുവനുമുള്ള റോമ
റോമൻ കത്തോലിക്കരുടെ ചെറിയ ദൈവം എന്നറിയപ്പെടുന്ന ആ മാർപ്പാപ്പയെടുത്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം ഞങ്ങളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് ആശീർവദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ തലയിലുള്ള പാവമൊക്കെ മൂപ്പരുടെ തലയിൽ പോകുമെന്നാണ് സങ്കല്പം. മനസ്സിലാക്കണം. പക്ഷെ ഇതിലൊരു അർത്ഥവും ഞാൻ കാണുന്നില്ല. അതാണ് ഇതിന്റെ ഉദാഹരണം. അതിന്റെ അടിസ്ഥാനം അതാണ്. പക്ഷെ അതുകൊണ്ടൊന്നും ആയിട്ടില്ല. പിന്നെ അതിൽ ഏറ്റവും വലിയ കള്ളത്തനമുള്ളത് എന്താ? ഇവിടെ അതായത് യഹൂദി 71, നസ്രാക്കൾ 72, മുസ്ലിം സമുദായം 73. അപ്പൊ ഈ 72 സമുദായത്തിൽ 71% അച്ഛന്മാർക്കും പെണ്ണ് കെട്ട. 72ാമത്തെ അതായത് കത്തോലിക്ക എന്ന് പറഞ്ഞ ആർത്തി റോമൻ കത്തോലിക്ക അച്ഛന്മാർ ഫാദർമാർക്കും കന്യാസ്ത്രീമാർക്കും കല്യാണം കഴിക്കാൻ പാടില്ല. വേണ്ട, കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ ഉദാഹരണം ഞാൻ ജനങ്ങൾക്ക് പറയാതെ തന്നെ അറിയാം. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അച്ഛന്മാർ കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല. കല്യാണം കഴിക്കൽ നിയമം തന്നിട്ടുണ്ട് മാർപ്പാപ്പ. പക്ഷെ ഇവിടെ നടക്കുന്നത് മുഴുവതും അതിന്റെ നേരെ എതിരാണ്. അതാണ് ഇതിന്റെ കാരണം. ഞങ്ങളൊക്കെ കല്യാണം കഴിക്കാതെ ജീവിക്കാൻ പറ്റൂല. കാരണം എന്തെന്ന് പറഞ്ഞാൽ നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിച്ചും കൊണ്ട് അച്ഛന്മാരും കന്യാസ്ത്രീമാരും വെറുതെ കിടക്കാന്ന് പറഞ്ഞാൽ അത് വെറും തെറ്റായിട്ടുള്ള നയങ്ങളാണ്. ഒരച്ഛനും എന്റെ അടുത്ത് വാദിക്കാൻ വരില്ല. ആ കാരണത്തെ പറ്റി ഞാൻ വിടുവില്ല. കാരണം അവൻ വെറുതെ കിടക്കുകയാണോ, നീ ബ്രഹ്മചാരിയാണോ, അതേമാതിരി ഒരു കന്യാസ്ത്രീ വരട്ട് ചോദിക്കട്ടെ, അവൾ പറയില്ല. കാരണം ആ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ, ബാക്കി ഉള്ളൊക്കെ പൊള്ളയുമാണ്. അത് ഞങ്ങൾക്ക് അറിയുള്ളൂ. ഞങ്ങൾക്ക് ചോദിച്ചാലേ ഞങ്ങൾക്ക് മറുപടി കൊടുക്കാൻ കഴിയുള്ളൂ. അതിന്റെ ഉദാഹരണം അതാണ്. പിന്നെ ഒന്ന് അന്തികൂതാത്ത. ഇവിടെ നമുക്ക് എല്ലാ മതക്കാർക്കും സ്വർഗവും നരകവും ഒക്കെ ഉണ്ട്. അതായത് ഹിന്ദുമതം, ബുദ്ധമതം, ജൈനമതം, സിഖ് മതം, പാർസി, അങ്ങനെയുള്ള എല്ലാ മതക്കാർക്കും ഇവിടെ സ്വർഗവും നരകവും ഉണ്ട്. പക്ഷേ ക്രിസ്ത്യാനികൾക്ക് അങ്ങനെയല്ല. അത് പ്രത്യേക ഒരു ഇതാണ്. അച്ഛനാണ് സ്വർഗത്തിലേക്ക് വഴി കാണിച്ചു കൊടുക്കുക. ഞാൻ 26 കൊല്ലം അച്ഛനായിരുന്നു കൊണ്ട് ഒരുപാട് എണ്ണത്തിന് സ്വർഗത്തിലേക്ക് വഴി കാണിച്ചു കൊടുത്തവനാണ്. അതാണ് അന്തികൂദാശ എന്ന് പറഞ്ഞൊരു സാധനം. ക്രിസ്ത്യൻസിൽ ഏറ്റവും പ്രധാനമായിട്ട് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് അന്തികൂദാശ. എന്താ ഈ അന്തികൂദാശ? ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുന്നു, അവനിപ്പം മരണപ്പെടും, നാളെ തീർന്നു പോകുന്നു, വളരെ അവസ്ഥയിൽ കിടക്കുമ്പോഴേ പള്ളിയിൽ അച്ഛനെ കൊണ്ടുപോകുള്ളൂ. അച്ഛൻ അവിടെ ചെന്ന് അവന്റെ തലയിൽ കുറച്ച് വെള്ളമൊക്കെ തെളിച്ച് ആശീർവാദം കൊടുത്ത് അനുഗ്രഹിച്ച് ബൈബിളും ഒക്കെ എടുത്തൊന്ന് പ്രാർത്ഥിച്ച് അവന്റെ തലയ്ക്ക് ചവിട്ടിലിരുന്നും കൊണ്ട് അവന്റെ ചവിട്ടിന് ചൊല്ലിക്കൊടുക്കുക. എന്താ ചൊല്ലുക? അഗർദി, ജാനൽ, ലുഹൂത, ലിഗറിയ, ലീസൽ, മുക്കൂസി, യഹോവ എന്ന് ചൊല്ലിക്കൊടുക്കും. യഹോവ എന്ന് പറഞ്ഞാൽ അള്ളാണ്. അത് ശരിയാ. അങ്ങനെ ചൊല്ലിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവൻ ഈ ചൊല്ലിക്കൊടുക്കുന്നത് നാക്ക് പൊന്തിച്ച് അവനെ കൊണ്ട് ചെല്ലാനും കഴിയില്ല. അവനക്ക് ആ സുറിയാനി അറിയില്ല. അത്ര അവസ്ഥയിൽ കിടക്കുമ്പോൾ അവന് ചൊല്ലിക്കൊടുക്കുക. ഇത് അവന്റെ മനസ്സിലിരിക്കുകയാണെങ്കിൽ അവൻ എപ്പോ മരണപ്പെട്ടാലും ആ പറഞ്ഞ വഴി കൂടെ പോയി തീർന്ന സ്വർഗത്തിന്റെ വാതിലില് ചെന്ന് മുട്ടു. പിന്നെ വാതിൽ തുറന്ന് അവനെ അങ്ങോട്ട് പ്രവേശിക്കാം. ഇത് കള്ളത്തനമല്ലേ? ഈ കള്ളത്തനം ഞാൻ ഒരുപാട് കൊല്ലം, 26 കൊല്ലം ഞാൻ അത് ചെയ്തവനാണ്. ഞാൻ എന്റെ സഹോദരന്മാരെ, ഇടുക്കി ജില്ലാ മുതൽ പല സ്ഥലങ്ങളിലും ഞാൻ പല രാജ്യത്തും ഫാദറായിരുന്നു കൊണ്ട് ഒരുപാട് ആണിനും പെണ്ണിനും കുട്ടികൾക്കും ഒക്കെ സ്വർഗത്തിലേക്ക് വഴി കാണിച്ചു കൊടുത്തവനാണ് ഈ മുണ്ടക്കൻ ഇബ്രാഹിം. പക്ഷെ പോയവന്റെയൊക്കെ സ്ഥിതിയൊന്നും എനിക്കറിയില്ല. അള്ളാഹുവാലും ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അപ്പൊ യഥാർത്ഥം ഇവിടെ എവിടെയാ കിടക്കുന്നത്? യഥാർത്ഥ മതമാണ് ലോകത്തേക്ക് ഏറ്റവും നല്ല മതം, പരിശുദ്ധ ഇസ്ലാം മതം. അതിന്റെ തെളിവെന്താ? അതാണ് ഇവിടെ ഇഞ്ചിയിലുള്ള ഗ്രന്ഥം, സുറിയാനി അതായത് ഇഞ്ചിയിലുള്ള ഗ്രന്ഥം നശിച്ചു പോയതായിട്ട് പറയുന്നു. ഇവിടെ നശിച്ചു പോയിട്ടില്ല. ഇഞ്ചിയിലുള്ള യഥാർത്ഥമായിട്ടുള്ള ഗ്രന്ഥം ഇവിടെ ഉണ്ട്. എവിടെ ഉണ്ട്? വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് ഹാളിൽ ഒരു കണ്ണാടിക്കൂട്ടിന്റെ ഉള്ളിൽ, ലൈബ്രറിയുടെ ഉള്ളിൽ ഒരു കണ്ണാടിക്കൂട്ടിന്റെ ഉള്ളിൽ ഏതോ കാലത്ത് പൂട്ടി ശീലി വെച്ചിട്ടിരിക്കുന്ന ഒരു ഗ്രന്ഥം അവിടെ ഉണ്ട്. അതെടുക്കൂല. അത് പുറത്തു വന്നാൽ ലോകത്തൊറ്റ മതമേ ഉണ്ടാവുള്ളൂ. എന്ത് മതം? ഇസ്ലാം മതം. പക്ഷെ അതെടുക്കൂല. അതെടുക്കും. ഏത് കാലത്തെടുക്കും? അവസാന കാലത്ത് മഹദി ഇമാമൊക്കെ വരുന്ന കാലത്ത് ആ ഗ്രന്ഥം അവർക്ക് കിട്ടും. ആ ഗ്രന്ഥം വെച്ചുകൊണ്ട് ദജാലുമായിട്ട് വാദപ്രതിവാദം നടത്തുക. ആ വാദപ്രതിവാദം നടക്കുന്ന സമയത്താണ് ആകാശത്തിൽ ഉയർത്തപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാമിനെ അല്ലാഹു തആല ഇവിടെ ഇറക്കുന്നത്. അദ്ദേഹം ഇവിടെ വന്നും കൊണ്ട് ദജാലിനെ കൊല്ലുക. കൊന്നു കഴിഞ്ഞതിന് ശേഷം ഇവിടെ 7 കൊല്ലത്തെ ഭരണം നടത്തും പരിശുദ്ധ ഇസ്ലാം മതം. അതാണ് യഥാർത്ഥം. ആ ഇസ്ലാം മതം നടത്തി ആ 7 കൊല്ലം കഴിയുമ്പോൾ അദ്ദേഹം മരണപ്പെടും. മരണപ്പെട്ട അദ്ദേഹത്തിന്റെ കബർസ്ഥാനം എവിടെയാ? വത്തിക്കാനിൽ ചെറിയ ദൈവം എന്ന് പറയുന്ന ആ മാർപ്പാപ്പ ഇരിക്കുന്ന സ്ഥലത്തല്ല. പിന്നെ എവിടെയാ? അദ്ദേഹത്തിന്റെ ആ കബർസ്ഥാനമാണ് മദീനയിൽ. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്ന മദീനയിൽ വന്നിട്ട് ആ സ്ഥലം അവിടെ കവർന്ന് ഒഴിവായി ഇപ്പോഴും കിടക്കുകയാണ്. ആ 36ാമത്തെ പേജില് എന്റെ അടുത്തുള്ള പഴയ സുറിയാനി ഗ്രന്ഥത്തിലുണ്ട്. ഈ നസറാനികളുടെ തലയിൽ, അച്ഛന്മാരുടെ തലയിൽ അടിച്ചു കാണിച്ചു കൊടുക്കാനും